നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയുടെ ഹിയറിംഗ് നടപടികൾക്ക് തുടക്കമായി. കരട് വോട്ടർ പട്ടികയിലെ 2.54 കോടി വോട്ടർമാരിൽ 2002 SIRമായി ബന്ധിപ്പിക്കാനാകാത്ത 19.32 ലക്ഷം പേരെയാണ് ഹിയറിംഗിന് വിധേയമാക്കുക. ഹിയറിംഗ് നടപടികൾക്ക് ശേഷം പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർക്ക് പരാതികൾ നൽകാൻ അപ്പീൽ സംവിധാനം ഉണ്ടാകും. നിയമസഭാ മണ്ഡലങ്ങളിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഹിയറിംഗ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രായമായവർക്കും പ്രവാസികൾക്കും നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവുണ്ടെങ്കിലും രേഖകളുമായി അടുത്ത ബന്ധുക്കൾ ഹിയറിംഗിൽ പങ്കെടുക്കണം. ഹിയറിംഗ് പൂർത്തിയാക്കിയ ബൂത്തുകളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നടപടികൾ വേണോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം അതാത് EROമാർക്കാണ് ഉള്ളത്. മതിയായ രേഖകൾ ഹാജരാക്കിയാൽ EROയ്ക്ക് നേരിട്ട് പരിശോധനയില്ലാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഹിയറിംഗിന് ശേഷം പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർക്ക് അപ്പീൽ നൽകാൻ കഴിയും. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് പുറത്തുവന്ന് 15 ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒന്നാം അപ്പീൽ നൽകാം. ഇതിനു മേലുള്ള തീരുമാനത്തിൽ പരാതിയുണ്ടെങ്കിൽ 30 ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രണ്ടാം അപ്പീലും നൽകാം. അപ്പീൽ അപേക്ഷകൾ രജിസ്റ്റേർഡ് തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കാം. അതേസമയം അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കും. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ അതായത് ഹെൽപ്പ് ഡെസ്കുകൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തും. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാത്തതോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം തന്നെ നിയമനം നടത്തുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ERO, AERO, അഡീഷണൽ AERO തസ്തികകളിൽ വിരമിക്കൽ മുഖേനയുണ്ടാകുന്ന ഒഴിവുകൾ ഉടനടി നികത്തുകയും പകരം ആളെ നിയമിക്കുന്ന മുറയ്ക്ക് മാത്രം LPR അതായത് വിരമിക്കുന്നതിന് മുൻപുള്ള അവധി അനുവദിക്കുകയും ചെയ്യും. ഇക്കാലയളവിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നടത്താൻ അനുവാദമില്ല. മുൻകൂർ അനുമതിയില്ലാത്ത അവധിയും അനുവദിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞു. K-സ്മാർട്ട് വഴി ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേരിടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാകുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഒരു K-സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. അതുകൊണ്ടാണ് SIR പ്രക്രിയ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാകണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് അനുകൂലമായ തീരുമാനങ്ങളല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് അർഹരായ എല്ലാവർക്കും സമ്മതിദാന അവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്നും വിട്ടുപോയ മുഴുവൻ ആളുകളും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.